welcome back to our YouTube channel. Hi guys, welcome back to our YouTube channel. ഇപ്പോൾ ടൈം ഒരു 10 ഒക്കെ ആവുന്നു. So I'm kind of going to the loop again, to the emotional loop again that I don't want to explain because ആർക്കും മനസ്സിലായില്ല. അപ്പം എനിക്ക് അതിൽ പോകാൻ താല്പര്യമില്ലാത്ത കാരണം I thought I'll just engage myself with a vlog and I'll do something. ആ വ്ളോഗും കൂടി എടുത്താൽ പിന്നെ it's mind ഒന്ന് ഡൈവേർട്ട് ആയിക്കോളും. സോ ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ് നൗ. സോ ഇന്ന് എന്താ ചെയ്യാമോന്ന് വെച്ചാൽ ദിസ് ഇസ് മൈ ലവ് ഓഫ് മൈ ലൈഫ്. ഇതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ദിസ് ഇസ് എൻ്റെ ഹെഡ്ഫോൺസ്. ഞാൻ 24 hours മ്യൂസിക്കിൽ മാത്രം ജീവിക്കുന്ന ഒരു പേഴ്സണാണ്. ദിസ് ഇസ് മൈ ലൈഫ്. ഇതില്ലാണ്ട് എന്നെ ഇവിടെ ആരും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ലൈക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് ഇവിടെ ബ്രോക്കായി. ലൈക്ക് വാങ്ങിയ സ്ഥലത്ത് കൊണ്ട് കാണിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഫിസിക്കൽ ഡാമേജിന് വാറണ്ടി ഇല്ലയെന്ന്. അതില്ലാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി കാണിച്ചത്. അപ്പോൾ അവരെനിക്ക് ഒട്ടിച്ച് തന്നു. എന്നിട്ട് സെലോ ടേപ്പ് വെച്ചിട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നിനും വാറണ്ടി ഇല്ല, പൊക്കോന്ന്. ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യും. എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അയ്യോ ഇങ്ങനെയൊക്കെ ഒരുമാതിരി ഇതായി നിൽക്കുന്നുണ്ടല്ലോ, ഹൗ വിൽ ഐ യൂസ്, ദാറ്റ് ഡസൻറ്റ് ഈവൻ ബോദർ മീ. ബട്ട് എനിക്ക് ബോദറായ കാര്യം, ഞാൻ ഇത് വെക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് അവിടെ ലൂസാണ്. സോ എനിക്ക് കറക്റ്റ് ദാറ്റ് മ്യൂസിക് തിങ് കറക്റ്റ് കിട്ടുന്നില്ല. അപ്പം എനിക്ക് ഇവിടെ സ്റ്റിഫായിട്ട് എങ്ങനെയും ഒന്ന് ഒപ്പിച്ചാൽ ഐ വിൽ യൂസ് ദിസ്. വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല. സോ ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ഡൂ സം ക്രാഫ്റ്റ് തിങ്. ബട്ട് നോ ബഡി ഹാവ് എവർ ഡൺ തിങ്സ് ഫോർ ലൈക്ക് ഇങ്ങനെ ക്രാഫ്റ്റ് ആയിട്ടും എല്ലാം ഹെഡ്ഫോൺസ് ചെയ്തിട്ടില്ല. ഐ സെർച്ച്ഡ് എ ലോട്ട്. പിൻട്രസ്റ്റിൽ പിന്നെയും ക്രോഷറ്റ്സ് ഒക്കെ ഇതിനൊരു ബാഗ് പോലെ, ഇതിനൊരു പൗച്ച് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറച്ച് എസ്തറ്റിക് ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. ബട്ട് നോ ബഡി ഹാവ് യു നോ ഡൺ ദിസ് തിങ് ലൈക്ക് റിപ്പയർ ഫിസിക്കൽ ഡാമേജ് എങ്ങനെയും റെഡിയാക്കി വെക്കാം എന്നുള്ള ഇതാരും ചെയ്ത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതോടൊക്കെ നമ്മുടെ ഓൺ ഐഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാമെന്ന്. സോ എൻ്റെ കയ്യിൽ വലിയ ക്രാഫ്റ്റ് തിങ്സ് ഒന്നും ഇല്ല. ഐ എം ജസ്റ്റ് ഓരോരോ തിങ്സ് ആയിട്ട് ഇങ്ങനെ വാങ്ങി വരുന്നേ ഉള്ളൂ. സോ ഐ ഹാവ് ഓൺലി ഫ്യൂ സ്റ്റഫ്സ്. എംബ്രോയിഡറിയും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ഓൺലി അതിൻ്റെ സ്റ്റഫ്സൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്നറിയോ, ഇതിന് എന്താ പറയുക, വൈ ഡു പീപ്പിൾ വാണ്ട് ടു വാച്ച് ദിസ് വീഡിയോ? ഓക്കെ, എനിവേ ഇതിനെ ഞാൻ ആദ്യം വിചാരിച്ച ഇതിനെങ്ങനെയും ഒന്ന് സ്റ്റിഫായി നിർത്താം. ലൈക്ക് ഇങ്ങനെ നമുക്ക് കമ്പി കിട്ടുമല്ലോ, കമ്പി എടുത്ത് ലൈക്ക് റാപ്പ് ചെയ്തിട്ട് ലൈക്ക് ഇതിനെ ഒരു ഇങ്ങനെ ഫിക്സ് ആക്കി നിർത്തിയിട്ട് ദെൻ ഐ വിൽ ഡെക്കറേറ്റ് കൈൻഡ് ഓഫ് Y2K കമ്പില്ല. സോ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് റാപ്പ് ചെയ്ത് സ്റ്റിഫാക്കിയിട്ട് ദെൻ എന്തെങ്കിലും ത്രെഡ്സ് ഒക്കെ വെച്ച് എന്തെങ്കിലും കുറച്ച് വർക്കൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. വാഷ് ടേപ്പ് ഇപ്പം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി വാഷ് ടേപ്പ് വെച്ച് ജസ്റ്റ് ടേപ്പ് ചെയ്താലോ എന്നൊക്കെ. സോ ഞാനിപ്പോൾ മേ ബി ഇതായിരിക്കും ചെയ്യുക. ബട്ട് ഇത് കുറച്ചേ ഉള്ളൂ വാഷ് ടേപ്പ്. ഇല്ലെങ്കിൽ ആദ്യം ഇത് വെച്ച് ചെയ്ത് സ്റ്റിഫാക്കിയിട്ട് ഇതിൻ്റെ മേലെ വാഷ് ടേപ്പ് യൂസ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഒരു 2-3 ലെയർ കൊടുത്താൽ സ്റ്റിഫായിക്കോളും. നോക്കി ഞാൻ ഭയങ്കര ചാപ്രി ആക്കിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബട്ട് ട്രസ്റ്റ് ദ പ്രോസസ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. ആദ്യമേ കയറി ജഡ്ജ് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ഇപ്പോൾ എന്തായി ചെയ്യുന്നത് എന്ത് അങ്ങ് ലൈക്ക് യു കാൺ ജഡ്ജ് ആൻ ആർട്ടിസ്റ്റ്. നോട്ട് ആൻ ആർട്ടിസ്റ്റ് ബൈ ദ വേ, ബട്ട് സ്റ്റിൽ ക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യു ഷുഡ് ട്രസ്റ്റ് ദ പ്രോസസ്. ഓ ദിസ് ലുക്ക് സോ പ്രിറ്റി ആക്ച്വലി. ഇത് ഫുള്ളായിട്ടുള്ള ടേപ്പ് ഇതിലുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഐ എം ദാറ്റ് അൺലക്കി ഗേൾ എവർ. It's coming really pretty, I guess. See, I told you, trust the process. That's it. ഈ whole life തന്നെ ലൈക്ക് ഈ ഒരു ഫേസ് തന്നെ ട്രസ്റ്റ് ദ പ്രോസസ്. സ്റ്റാർട്ടിങ് ഒക്കെ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും, പിന്നെ ഇടയ്ക്കാൻ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും, പിന്നെ അത് ശീലമായിക്കോളും, പിന്നെ എൻജോയ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരിക്കും. Fuck. See, I'm that unlucky girl ever. Finish ആയി. Yeah, it's there. See, ഞാൻ ഹെയർ ബാൻഡ് ഇട്ട പോലെ ഉണ്ടല്ലേ. ടൈം 4:20 ആയി. നമുക്ക്
കടയിൽ പോയി സാധനം വാങ്ങുക എന്ന് വിചാരിക്കുന്നു. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കിട്ടിയില്ല, അപ്പോൾ ഇതിൻ്റെ എണ്ണം വാങ്ങി. അപ്പം നമ്മളിത് ഫുൾ അയക്കാം. വാഷി ടേപ്പ് വേസ്റ്റ് ഹോ ഗയാ. ഇതിൻ്റെ മേലെ കൂടെ ഇടാം, പക്ഷെ ഒരുപാട് ലെയർ മാക്സിമം ഒഴിവാക്കാന്നുള്ളൊരു സെൻസിൽ കുറച്ചൊരു അല്ല ഏകദേശം വന്നു, എന്നാലും ഒരു ഇതുണ്ട് ഫൈന്ന് വിചാരിക്കണം. ബാക്ക് ഇങ്ങനെ ഓരോ ലെയർ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഓരോ ലെയർ ഉണ്ടെന്ന്. പക്ഷെ അതല്ലാതെ വേറെ വഴിയില്ല, അങ്ങനെ ചെയ്യാൻ പറ്റും. വൈറ്റിൻ്റെ കളറൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ മാറും. അപ്പോൾ അതിൻ്റെ മേലെ എനിക്ക് ട്രാൻസ്പെറൻറ്റ് സെലോ ടേപ്പും കൂടെ ഒട്ടിക്കണം. മസണ്ടയ്ക്ക് കൂട്ടാം. ഇത് ഫുള്ളായി കിട്ടും, വെറുതെ 2 വാങ്ങി, കുഴപ്പമില്ല. It's all good to go. Nothing is broke. എല്ലാം നമുക്ക് ശരിയാക്കാൻ പറ്റും. ലൈഫ് ലെസൺസ് ഫ്രം ക്രാഫ്റ്റ്. പക്ഷെ അത് ഇങ്ങനെ ഇട്ടാൽ ശരിയാവില്ല, അത് എന്തെങ്കിലും ചെയ്യണം ടു പ്രൊട്ടക്ട് ദിസ്. ഇത് പെട്ടെന്ന് ഇതിന് ലൈഫ് ഉണ്ടാവില്ല, പെട്ടെന്ന് ഇത് ഇങ്ങനെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അല്ലാണ്ട് ഉണ്ടോ ഒരു ഗ്ലെയർ അടിക്കുന്നുണ്ടോ, അല്ലാതെ വലിയ പ്രശ്നം അല്ല. സോ ഗ്ലെയർ പ്രശ്നമല്ല, കാരണം ലൈഫാണ് പ്രശ്നം. ലൈഫ് ഓഫ് ദിസ് ആർട്ട് വർക്കാണ് പ്രശ്നം. ഓ ബ്രോ, ഐ എം സോ ഫക്കിംഗ് പ്രൗഡ് ഓഫ് ഇറ്റ്. യപ്പ്, നൗ ഇതിന് ലൈഫ് ഉണ്ടാവും. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. വി ക്യാൻ ആക്ച്വലി ഇങ്ങനെ തന്നെ വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പെയിൻറ്റ് ചെയ്യാം. ബട്ട് ഐ എം ഗോണ കീപ്പ് ഇറ്റ് മിനിമൽ ഫോർ നൗ. ഇതിനെ കുറച്ച് എൻജോയ് ചെയ്യാം, പിന്നെ എനിക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ചെയ്യാം. സോ ഐ എം ആക്ച്വലി പ്രിറ്റി പ്രൗഡ് ഓഫ് ദിസ്. Okay, the vlog ends. Thank you for watching. Thank you for watching fully. Thank you so much. Bye.